हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांतिः। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं कमलनयनं योगिहृद्ध्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. 54 55 ശ്ലോകങ്ങൾ. സോമപോ അമൃതവ സോമ പുരുജിത് പുരുഷത്തമ വിനയോ ജയ സത്യസന്ധോ ദാശാർഹ സത്വതംപതി ജീവോ വിനയിതാ സാക്ഷി മുകുന്ദോമിത വിക്രമ അംബോ നിധിരനന്ദാത്മാ മഹോദതിശയന്തക. ആദ്യത്തെ നാമം നമ്മളുടെ 508 നാമാണ് വിനയ. വിനയം എന്നതിന് താഴ്മ എന്നർത്ഥം ഉണ്ടെങ്കിലും അധർമ്മികളെ ദണ്ഡിപ്പിച്ച് നിയന്ത്രിച്ച് ധർമ്മമാർഗത്തിൽ എത്തിക്കുക എന്ന അർത്ഥത്തിലാണ് ഈ നാമത്തിന് ഇവിടെ പ്രസക്തി എന്നാണ് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നത്. വിനയ അല്ലാതെ വിനയ, വിശേഷേണ നയിക്കപ്പെടുന്നവൻ, അങ്ങനെയാണ് വിനയ. അങ്ങനെയാണ് കമൻറ്റേറ്റേഴ്സ് മിക്ക ആചാര്യന്മാരും പറയുന്നത്. അതുകൊണ്ട് വിനയ എന്നുള്ളതിന് വിനയം എന്നുള്ള വാക്കല്ല, വിനയ. പ്രജകളെ നയിച്ചും നിയന്ത്രിച്ചും ധാർമ്മിക മാർഗത്തിലൂടെ കൊണ്ടുപോകാനുള്ള, അല്ലെങ്കിൽ അഥവാ ആ മാർഗത്തിലൂടെ അവരെ നയിച്ച് വിശേഷ രീതിയിൽ അവരെ നയിച്ച് കൊണ്ടുപോകുന്നതാണ് അത് കാരണം വിനയ. അങ്ങനെ വേണം പദം പിരിക്കുക എന്നാണ് അത്രേ. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാം. അപ്പം നല്ല പോലെ നയിക്കുന്നവൻ എന്നാണ് അർത്ഥം വരിക. ഭക്തന്മാരെ വീണ്ടും വണ്ണം നയിച്ച് മോക്ഷയിച്ഛുക്കളാക്കി, മോക്ഷയ്ക്ക് വേണ്ടി ഇച്ഛ ഉള്ളവരാക്കി, മുമുക്ഷുക്കൾ എന്നർത്ഥം, മുമുക്ഷുക്കളാക്കി മോക്ഷത്തിൽ ആർത്തി ഉണ്ടാകുന്നു മനുഷ്യരുടെ മനസ്സിൽ. കാരണം ആദ്യമേ നമ്മൾ പറഞ്ഞു, മനസ്സിനെ കൊണ്ടുപോയിട്ട് ആദ്യം ബുദ്ധിയുടെ കൂടെ ചേർക്കലാണ് പണിയെന്ന്. അത് കഴിഞ്ഞ് ആ ബുദ്ധിയിൽ ചേർന്ന മനസ്സിന് മോക്ഷത്തിൽ ആർത്തി കൂടും. ഇതിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് കിട്ടാനുള്ളൊരു ആർത്തി ഉണ്ടാവും. എന്താ അപ്പുറത്തതെന്ന് അറിയണല്ലോ, അങ്ങനെ ആർത്തി ഉണ്ടാവും. പുറമെ പ്രപഞ്ചങ്ങളിൽ പോയിട്ട് സുഖമാണെന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് സുഖം കിട്ടുന്നില്ല, ശാശ്വതമായ സുഖമൊന്നും കിട്ടുന്നില്ല അതേവരെ. അതുകൊണ്ട് അകത്ത് പോയാൽ ശാശ്വത സുഖം കിട്ടും എന്ന് പറഞ്ഞ് ഫലിപ്പിച്ചിട്ടാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്. അപ്പോൾ എന്താണോ ഉള്ളിലെന്നുള്ള ആകാംക്ഷ, അതാണ് മുമുക്ഷത്വം എന്ന് പറയുന്നത്. ആർത്തി എന്ന് തന്നെ പറയാം, മോക്ഷത്തിനുള്ള ആർത്തി, തെറ്റൊന്നുമില്ല. മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളായിട്ടുള്ള കൂട്ടുകെട്ടാണ് ഇന്ദ്രിയ വിഷയങ്ങൾ നമ്മെ ഉന്മത്തരാക്കുന്നത്. ശരിക്കും ഭ്രാന്ത് പിടിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. മനസ്സായിട്ടുള്ള കൂട്ടുകെട്ടാണ്. മനസ്സ് കൂട്ടിനില്ല എന്ന് വിചാരിക്കുക. ഇന്ദ്രിയ വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങൾ എന്ന് പതിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട പോലെ പിന്നെ എന്ത് കറണ്ട് ഷോക്ക് അടിക്കാന്? ഏത് കുട്ടി ഏത് പ്ലഗിൻ്റെ ഉള്ളിൽ കൊണ്ട് കൈയിട്ടാൽ എന്താ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത്? മെയിൻ സ്വിച്ച് ഇട്ടാലല്ലേ പ്ലഗ് ഇട്ടാൽ കുത്തുള്ളൂ. അതുപോലെ മനസ്സ് ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കണ്ണും നാക്കും മൂക്കും തൊക്കും ചെവിക്കൊക്കെ പ്രകമ്പനം കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോഴേ ഒരു അട്ടഹസിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു എവർ സൈലൻറ്റ്,
ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. ഒരു വസ്തുവിനെ കണ്ടു കണ്ടുകൊണ്ട് നിൽക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് എൻജോയ് ചെയ്യണോ, അതിനോട് വിഷമം തോന്നണോ, അതിന് പിന്മാറണോ, ഇതൊന്നും ഡയറക്ഷൻ കിട്ടാൻ ആരുമില്ല. ഇത് ബുദ്ധിയുടെ മുമ്പിൽ സമർപ്പിക്കാൻ ആരുമില്ല. മനസ്സിനെ ഇല്ല ഇവരുടെ അടുത്തിപ്പോൾ. മനസ്സില്ലാണ്ട് യാത്രയാണ്, നേതാവില്ല. ഈ യാത്ര സുഖാവില്ല, അതുകൊണ്ട് ഇവരും പിന്നാക്കം പോരും. മനസ്സിലായില്ലേ? അപ്പം മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളോടുള്ള കൂട്ടുകെട്ടാണ് ഈ ഇന്ദ്രിയ വിഷയങ്ങൾ നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കുക ആദ്യം. പക്ഷെ ഇത് ജന്മജന്മാന്തരങ്ങളായി നിലനിൽക്കുന്ന ഒരു അവിഹിത കൂട്ടുകെട്ടാണ് ഈ മനസ്സും ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളായിട്ടുള്ള ഈ ട്രിപ്പിൾ ആൾക്കാരുടെ കളി. എല്ലാം ഒന്നിനോടൊന്ന്, അല്ലേ? എല്ലാം നീച കൂട്ടുകെട്ടുകളാണ്. അത് ഇന്നും നല്ല തുടങ്ങിയതൊന്നുമല്ല. സ്കൂൾ മേറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് സ്കൂൾ മേറ്റ്സിനെ പറയാൻ പറ്റുള്ളൂ. KG മുതൽ ഞങ്ങൾ ഒപ്പം പഠിച്ചവരാന്ന് പറയും. നമുക്കത് കഴിഞ്ഞിട്ട് അതിന് മുമ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അതല്ല, ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കൂട്ടുകെട്ടാണ്. എത്ര ജന്മം എടുത്തിട്ടുണ്ട് ദൈവത്തിനറിയാം. അതിൻ്റെയൊക്കെ ആ സമയത്തൊക്കെ മനസ്സ് ഇന്ദ്രിയങ്ങളുടെ കൂടെ രമിക്കാൻ പോയിട്ട് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളാണ്, ആ എക്സ്പീരിയൻസാണ്, എന്താ പറയുക, ഇമ്പൾസാണ്, വാസനകളാണ്, ഇംപ്രഷൻസാണ് ഇപ്പം നമ്മൾ ഈ കാട്ടിക്കൊണ്ടിരിക്കണം വേവലാതി മുഴുവൻ. അവിടെ ഒന്ന് ഒരു അതിർവരമ്പ് ഉണ്ടാക്കുക. നമ്മൾ കട്ട് ദി ഗോർഡിയൻ നോട്ട് എന്നൊക്കെ പറയില്ലേ ഇംഗ്ലീഷുകാർ. ഒന്ന് മുറുക്കിയ തന്നെ. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. അങ്ങനെയുള്ള ഈ കൂട്ടുകെട്ട് ഇല്ലാതെയാക്കുന്നതാണ് ഭക്തന്മാരിൽ വിരക്തി രൂപത്തിൽ അതിനെ എതിർക്കുന്നത്. ഞാൻ കിട്ടില്ല ഇപ്പോൾ എന്ന് പറഞ്ഞ് എതിർക്കാനുള്ളൊരു മനസ്സ് നമ്മളുടെ കയ്യിൽ വേണ്ടേ? സിനിമയ്ക്ക് ഇത് സിനിമയല്ല എന്നാൽ പോവില്ല എന്നല്ല എൻ്റെ അർത്ഥം, തെറ്റിദ്ധരിക്കരുത്. സിനിമയ്ക്കേ പോവില്ല, ഇനി ഒന്നും കാണില്ല, കണ്ണടച്ചിരിക്കുകയാണ്, ഞാൻ ഗാന്ധാരിയാവാൻ പോവുക, അതല്ല എൻ്റെ അർത്ഥം. അതിനോടൊന്നും നമ്മൾ കൺസേൺഡ് അല്ല എന്നർത്ഥം. ഇറലവൻറ്റ്. സിനിമയ്ക്ക് പോവില്ല, അയ്യോ, അല്ലെങ്കിൽ അത് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വെള്ളം കുടിക്കില്ല, അങ്ങനെയുള്ള ചേട്ട സ്വഭാവങ്ങളൊന്നുമില്ല, അതുണ്ടാവരുത്. അതാണ്, ഇതൊരു ബാലൻസ്ഡ് ആക്റ്റാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. എന്നാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്താലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിച്ചാടും പോയിട്ട്. പിന്നെന്തായി? യഥോ ഭൃഷ്ട തഥോ ഭൃഷ്ട, ഇവിടെയും ഭൃഷ്ട അവിടെയും ഭൃഷ്ട, അങ്ങോട്ടും എത്തില്ല ഇങ്ങോട്ടും എത്തില്ല, ഇല്ലത്തുനിന്ന് പോവുകയും ചെയ്തു, അമ്മാത്തത്ത് എത്തൂല്ല. അങ്ങനത്തെ അവസ്ഥയിലാവരുത്. അതുകൊണ്ട് നമ്മൾ ഒരു ഇൻ്റലിജൻ്റ് ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ മനസ്സിനെ പഠിപ്പിക്കേണ്ടത്. ചെറുപ്പം മുതലേ പഠിപ്പിക്കേണ്ട കാര്യമാണ്. എന്നാലേ ഏതാണ്ടൊക്കെ വയസ്സെത്തുമ്പോഴേക്കും അവന് ചെറിയൊരു പക്വത വരുള്ളൂ. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും പഠിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. തെറ്റിദ്ധാരണയാണ്, ഡിപ്രഷൻ വന്നു പോവും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്താ ഞാൻ അപ്പം ഇന്ന് ഇങ്ങനെയായേ എന്ന് ചോദിക്കണ്ട. ഇന്നല്ല, നമ്മൾ വേണമെങ്കിൽ അടുത്ത ജന്മത്ത് നടക്കാൻ പോണ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഈ പറയണത്. ഒരു തെറ്റിദ്ധാരണയും വേണ്ട. അത് നടക്കുമ്പോൾ നടക്കും. നമ്മുടെ കർമ്മം നമ്മൾ ചെയ്തു പോയിക്കൊള്ളുക. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ വിരക്തിയാണ് നമ്മളിൽ പിന്നെ എതിർപ്പുണ്ടാക്കാൻ നോക്കുന്നത്. അത് ഭഗവാൻ തരുന്ന വിരക്തി തന്നെയാണ്, ഭഗവാന്റെ പ്രസാദം തന്നെയാണ്. ഭൗതിക നേട്ടങ്ങളോടും ഭൗതിക കാര്യങ്ങളോടും ഒരു വിരക്തി, ഒരു വിരസത, ഒരു അൺകൺസേൺഡ്നെസ്. അതുകൊണ്ടല്ലല്ലോ എനിക്ക് സുഖം കിട്ടണം. പിന്നെ അത് വന്നു, അല്ലെങ്കിൽ വേണ്ട. അപ്പം ഇന്ദ്രിയ വിഷയങ്ങൾക്ക്, അല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങൾ നമുക്ക് നൽകുന്ന സുഖത്തിനേക്കാൾ എത്രയോ കൂടുതൽ സുഖം ബുദ്ധിയിൽ നിന്ന് നമുക്ക് കിട്ടും എന്ന് ഉറപ്പ് വരുത്തിയാൽ മനസ്സ് ബുദ്ധിയുടെ കൂടെ നിൽക്കുമല്ലോ. ഇവൻ എവിടെ സുഖിച്ച് അവിടെ പോകണം, അത്രയേ ഉള്ളൂ. ഒരു സുഖിയവൻ മനസ്സ്. ദേവേന്ദ്രനാണ് മനസ്സിൻ്റെ പ്രിസൈഡിങ് ഡേറ്റ് ദേവേന്ദ്രനാണ്. അവനിങ്ങനെ സുഖിച്ച് നടക്കണം, എവിടെയായാലും കുഴപ്പമില്ല, ആരുടെ കൂടെയും കൂട്ടുകൂടും. അതല്ലേ തോട്ട്സ്, അജിറ്റേറ്റിംഗ് തോട്ട്സ്, ഓൾവേസ് തോട്ട്സ്, ഫ്ലോ ഓഫ് തോട്ട്സാണ് മനസ്സ് എന്ന് പറയുന്നത്.
അവൻ്റെ സുഖത്തിന് വല്ല കോട്ടമുണ്ടെങ്കിൽ അവനാകെ വെപ്രാളപ്പെടും. അതാണ് മനസ്സിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഇതിനേക്കാൾ സുഖം അപ്പുറത്തുണ്ട് എന്ന് ബുദ്ധി പ്രോമിസ് ചെയ്തിട്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതാം, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റി ബുദ്ധിയുടെ സ്വാധീനത്തിൽ പെടുത്തി കഴിഞ്ഞാൽ, ആ മാഗ്നറ്റിക് പവറിൽ വരുത്തി കഴിഞ്ഞാൽ ഇമ്പൾസീവ് ആക്ഷൻസ് അവിടെ നിൽക്കും. ഗോവിന്ദൻകുട്ടി അങ്ങനെ ചാടുമൊന്നുമില്ല. പിന്നെ മനസ്സിലായോ? അങ്ങനെ നിന്നാൽ, ബുദ്ധിയുടെ കൂടെ നിന്നാൽ അവൻ്റെ ബാഹ്യ കച്ചവടം അപ്പം കൂട്ടും. പിന്നെ അതിൽ നിന്ന് വലിയ വരുമാനമൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിലും വേണ്ട, എനിക്ക് ഇപ്പുറത്ത് വരുമാനമുണ്ടോ, പിന്നെ എന്തിന് ഈ കച്ചവടം ഞാൻ കൂട്ടാൻ പോവുക? അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആ എനർജിയൊക്കെ ഞാൻ ആവശ്യമില്ലാണ്ട് അവിടെ വേസ്റ്റ് ചെയ്തു. അതിലൊരു അംശം എടുത്തിട്ട് ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് എത്ര നന്നായിരുന്നു അല്ലേ? നമ്മൾ പുറത്തേക്ക് കാണിക്കുന്ന വ്യഗ്രത, നമ്മുടെ മനസ്സിൻ്റെ വ്യഗ്രത, മനസ്സിൻ്റെ ഒരു ഡെഡിക്കേഷൻ, മനസ്സിൻ്റെ ഒരു കോൺസെൻട്രേഷൻ, ഭൗതിക വസ്തുക്കൾ നേടാൻ വേണ്ടി കാണിക്കുന്നതിൻ്റെ 100-ൽ 1 അംശം ഭഗവാനോട് കാണിച്ചാൽ ഭഗവാൻ നമ്മുടെ പോക്കറ്റിൽ വന്നിരിക്കും. നമ്മൾ കാണിക്കില്ലല്ലോ. കാരണം എന്താ? മനസ്സ് സമ്മതിക്കില്ല. ബുദ്ധിയുടെ കൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കുക വേണ്ടോ? അഡ്രസ്സ് മാറി ഇങ്ങോട്ട് നിൽക്കുക വേണ്ടോ? അത്രയേ വേണ്ടൂ. അപ്പം അങ്ങനെ മാറി നിന്നിട്ടുള്ള അതേ മനസ്സ് തന്നെ ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിച്ച് അവരെ കൊണ്ട് ഉള്ളിലേക്ക് നോക്കിപ്പിക്കും. മനസ്സിന് അതിനൊരു ശക്തിയുണ്ട്. സാമാന്യ കൺവിൻസിങ് കപ്പാസിറ്റിയാണ് മനുഷ്യനെ അല്ലേ? നമ്മളൊക്കെ എത്ര വേഗത്തിലാണ് മനസ്സ് കൺവിൻസ് ചെയ്യുക ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഇന്ദ്രിയ വിഷയങ്ങളായിരിക്കുന്ന ത്വക്ക്, നാക്ക്, മൂക്ക്, ചെവി, കണ്ണ് എന്നൊക്കെ 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ. ആ 5 ഇന്ദ്രിയങ്ങളോടും പറയട്ടോ, ഇതൊന്നുമല്ല സുഖം, താൻ എൻ്റെ കൂടെ ഒന്ന് വരിക. ഏയ്, താൻ ഈ തുക്കട പൂര കണ്ടിട്ടുള്ളൂ? നാട്ടിൻപുറത്തെ പൂരങ്ങൾ 2 ആനയും വെച്ചിട്ട് ഡിം 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 കൊട്ടുന്ന ഒരു തിമലയും 2 മദ്ദളം, 2 മദ്ദളം ഒരു തിമല ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മദ്ദളം 2 തിമല ഉണ്ടാവും. ഇതൊക്കെ എന്താ പറയുക, സായമ്പയൊക്കെ കണ്ടിട്ടുള്ളൂ. 2 ആനയുണ്ടാവും. താൻ പൂരം കാണാൻ പറ്റും. തനിക്ക് പൂരം എന്ന് വെച്ചാൽ എന്താ അറിയോ? എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. തൃശ്ശൂർ പൂരം വാ, കാണാൻ വാ. അവിടെ അലിഞ്ഞിത്ര മേളവും ആ കുടമാറ്റവും പഞ്ചവാദ്യമൊക്കെ കൂടി അങ്ങോട്ട് കാണുമ്പോൾ അതാണ് പൂരം. അല്ലാണ്ട് ഈ ഊച്ചാലി പൂരം ഇതെന്തത്? തനി നാട്ടിൻപുറത്ത് ചെറിയൊരു അമ്പലത്തിൽ ദേവി ശക്തിയുള്ള ദേവിയായിരിക്കാൻ ഞാൻ ഇല്ലയെന്ന് പറയില്ല, നിന്ദിക്കല്ല. പക്ഷേ ആർഭാടത്തിൽ ആസ്വദിക്കുന്നവർക്ക് ഇതിനേക്കാൾ എത്രയോ അവിടെ ആസ്വദിക്കാടോ. താൻ അങ്ങോട്ട് വരിക എൻ്റെ കൂടെ. തനിക്ക് ഇന്ദ്രിയങ്ങൾക്ക് എന്താ വേണ്ടത്? ഇന്ദ്രിയ സുഖം കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. എവിടുന്ന് കിട്ടിയാൽ എന്താ തനിക്ക്? വയറ് നിറഞ്ഞാൽ പോരെ? അപ്പം നിന്നാൽ പോരെ? കുഴി എണ്ണണോ? ഇങ്ങനെയൊക്കെ മനസ്സ് ഇന്ദ്രിയങ്ങളോട് തന്നെ അങ്ങോട്ട് ചോദിച്ചു തുടങ്ങും. ഇതൊക്കെ നോക്കുമോ? ഒന്ന് ആത്മീയ ഒരു പരിശോധന നടത്തി നോക്കുമ്പോൾ നമുക്ക് അനുഭവങ്ങളല്ലേ. നമ്മളുടെ മനസ്സിനെ നമ്മൾ എങ്ങനെ നയിക്കുന്നു അതിനുള്ള ആർഗ്യുമെൻ്റ് മനസ്സിലുണ്ടാവും. കല്യാണക്ഷണം കിട്ടി, കല്യാണത്തിന് പോണ്ടേ? ഒന്ന് മനസ്സിനോട് ചോദിച്ചു നോക്കൂ. ആ മനസ്സ് നമ്മളോട് ചോദിക്കും, തനിക്ക് പോണ്ടെന്നാ ഉദ്ദേശം? അത് ആദ്യം പറയും. പോണ്ട 100 കാരണങ്ങൾ തരും എന്തുകൊണ്ടാണ് പോണ്ടെന്നുള്ളത്. പിറ്റേ ദിവസം ഇട്ട് പറയണം, അല്ല പോയാലോ, പോണോ? അതിന് 100 കാരണങ്ങൾ പറഞ്ഞുതരും. ഇല്ലേ ആലോചിക്കൂ. നമുക്ക് അനുഭവമല്ലേ? എനിക്കനുഭവമാണ്. എന്നെ അങ്ങനെ പല പ്രാവശ്യം മനസ്സ് കുടുക്കിയിട്ടുണ്ട്. ഏതാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതിനും പറയും ഉത്തരം, അതിനും പറയും ഉത്തരം. ഒന്ന് ഏതാച്ച ശരിക്കും പറയടോ. ശരിക്കും പറയലല്ല എൻ്റെ ജോലി. എൻ്റെ ജോലി എപ്പോഴും സംശയിക്കില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അതിന് ആൾ വേറെ ഉണ്ട്, ആരോട് ചോദിച്ചോളൂ. ആരെ? ബുദ്ധി. മനസ്സിലായോ? അപ്പോൾ വിരക്തി വന്നു കഴിഞ്ഞാൽ മനസ്സ് ബുദ്ധിയുടെ കൂടെ കുറച്ചൊക്കെ നിന്ന് പരിചരിച്ച് അവിടെ കുറച്ചൊക്കെ എന്താ പറയുക, സംരക്ഷണമൊക്കെ കിട്ടിക്കഴിഞ്ഞ് നിൽക്കുമ്പോൾ അയാൾക്ക് തോന്നും, ഇവിടെ തെറ്റില്ലല്ലോ, പറഞ്ഞ പോലും അല്ലല്ലോ. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളോട് തന്നെ, ഇന്ദ്രിയങ്ങൾ അയാളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് മനസ്സിനെ കൊണ്ടുപോകാൻ തയ്യാറായിട്ട് വന്ന ഇന്ദ്രിയങ്ങളോട് പറയും, ഇങ്ങോട്ട് പോരുക, അങ്ങോട്ടൊന്നും പോണ്ട, പോ, അതൊന്നല്ല സുഖം, ഇതാണ് സുഖം, ഇത് കണ്ടു താൻ എന്ന് പറഞ്ഞ് ഇന്ദ്രിയങ്ങളെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരും. രക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളുടെ
പുറത്തേക്കുള്ള കാഴ്ച ഉൾക്കാഴ്ചയായിട്ട് മാറ്റാൻ ശ്രമിക്കും മനസ്സ്. ആ മനസ്സും ഇന്ദ്രിയങ്ങളും കൂടി ബുദ്ധിയുടെ കൂടെ നിന്നാൽ എന്താ പിന്നെ കഥ? ഏയ്, വെളിച്ചാവാൻ പിന്നെ അധികം നേരമൊന്നും വേണ്ട. വേണോ ഈ അജ്ഞാനം പോവാൻ അധികം നേരം വേണോ? ബാഹ്യസഞ്ചാരം നിൽക്കും, ആവശ്യത്തിന് മാത്രം അല്ലേ. ഇപ്പം നമ്മൾ ടോയ്ലറ്റിലേക്കൊക്കെ പോവുക എപ്പോഴാ? വെറുതെ അവിടെ ചെന്നിരിക്കുമല്ലോ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പോവില്ല, ഞാൻ അങ്ങോട്ടൊന്നും പോവില്ല കേട്ടോ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ഏയ്, നാടിനെടുത്താലും മൂടിനെടുക്കാൻ പറ്റില്ല എന്നൊരു ന്യായമല്ലേ. പോകാണ്ടിരിക്കാൻ പറ്റുമോ? ഏയ്, അത് ഒക്കെ അവിടേക്ക് ഒന്നും പോകാൻ പാടില്ലെന്നേ. നിങ്ങൾ എന്തിനാ അവിടേക്കൊക്കെ പോണേ? അതെ, ഞാൻ ഇപ്പോൾ അവിടെ ചെന്നിരുന്നിട്ട് വേറെ ഒന്നും ചെയ്യാൻ പോണില്ല. റിക്രിയേഷന് വേണ്ടി പോവല്ല ഞാൻ അവിടെ. ബെയർ നെസസിറ്റി, നേച്ചേഴ്സ് കോൾ, അതിന് മാത്രമേ ഞാൻ പോകുള്ളൂ. ആവശ്യമുള്ളപ്പോൾ പോവും, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോരും ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ സ്വപ്നം കാണലൊന്നുമില്ല, സാധാരണ ആൾക്കാരായിട്ടോ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആയിരിക്കണം മനസ്സും ഇന്ദ്രിയവും കൂടിയിട്ട് ബുദ്ധിയോട് നിന്ന് ഇന്ദ്രിയ വിഷയങ്ങളോട് അല്ല ഇന്ദ്രിയങ്ങളെ പറഞ്ഞ് മനസ്സിനെ പാട്ടിലാക്കാനുള്ള വഴി അതാണ്. അപ്പോൾ ഉൾക്കാഴ്ചയിൽ രമിക്കുന്നു ഇന്ദ്രിയങ്ങൾ. ഏയ്, ഇവിടെ സുഖമുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. ഭഗവാനെ കുറിച്ച് കേൾക്കണു, നാമങ്ങൾ കേൾക്കണു, ഉത്സവങ്ങൾ കാണുന്നു അല്ലേ. ഭഗവാന്റെ കോമളമായിട്ടുള്ള വിഗ്രഹങ്ങൾ ഗുരുവായൂർ പോയിട്ട് കാണുന്നു. ഇവിടുത്തെ ഭക്തജനങ്ങൾ വന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കണം, നമ്മൾ കേൾക്കണു. ഇതൊക്കെ ഇന്ദ്രിയങ്ങൾ തന്നെയാണ് കേൾക്കണത് അല്ലേ. അപ്പം അതിനൊരു സുഖമുണ്ടല്ലോ. ഈ ശബ്ദം മറ്റേ ശബ്ദത്തിനെക്കാട്ടിലൊക്കെ നല്ലതാണല്ലോ. ഡ്രമ്മും ബീറ്റും ഇതൊക്കെ അടിക്കണേക്കാട്ടിലൊക്കെ എത്ര നല്ലത് ഈ ശബ്ദം. ഇഷാ, ഗുരുവായൂരപ്പ, നാരായണ എന്നുള്ളൊരു റിതമ്മിലുള്ളൊരു വിളിയുണ്ടല്ലോ നടക്കിൽ നിന്നിട്ട്, പ്രത്യേകിച്ച് നടയൊക്കെ തുറക്കണ സമയത്ത്. ആ ഋതാണല്ലോ നല്ലത് എന്ന് കണ്ണിന് തോന്നും, കാതിന് തോന്നും, മൂക്കിന് തോന്നും, എല്ലാറ്റിനും തോന്നും. എന്തൊരു പരിമളം അവിടെ നിന്ന്. ഭഗവാന്റെ മേത്തെ ചന്ദനം പ്രസാദം, എന്താ പറയുക, കളഭത്തിൻ്റെ മണമൊക്കെ ഇങ്ങനെ പരിമളം വരുന്നു. ഇത് സുഖം നടക്കിലിങ്ങനെ നിന്നാൽ. അങ്ങനെ ഇന്ദ്രിയങ്ങളെ പറഞ്ഞ് മനസ്സ് നേരെയാക്കിക്കൊള്ളും. അത് നിങ്ങൾ വിട്ടുകൊടുത്താൽ മതി. നമ്മൾ മനസ്സിനെ പിടിച്ചാൽ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ ഒന്നും പോകേണ്ട കാര്യമില്ല. ആ പിള്ളേരൊക്കെ ഇങ്ങോട്ട് വന്നോളൂ, നമ്മൾ അവരുടെ പിന്നാലെ ഓടിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അവർക്ക് ബോധ്യമാവും, ഇത് ഇവിടെ കുറേ കാണാനുണ്ടല്ലോ, എന്തിനാ നമ്മൾ പുറത്തേക്ക് പോകണം അല്ലേ. ഫോറിൻ ട്രാവൽ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കണ്ണു മഞ്ഞളിക്കുന്നില്ല. എന്തിനാ ഫോറിൻ ട്രാവൽ? ഇന്ത്യയിൽ തന്നെ എത്ര കാണാണ്ട്. വാ, ഇന്ത്യയിൽ കണ്ടത് മുഴുവൻ കണ്ടതിൻ്റെ ശേഷം തൃപ്തി വരാനായിട്ടാണോ ഫോറിലേക്ക് ആൾക്കാർ പോകണത്? ഒന്നുമല്ല. ഇവിടെ കാണേണ്ടതിൻ്റെ 10% നമ്മൾ ആരും കണ്ടിട്ടില്ല. ഫോറിനിലേക്ക് 10 പ്രാവശ്യം പോയവർ ഇവിടെ 10 കണ്ടിട്ടില്ല. ഇന്ത്യയിലത്തെ കണ്ണ് അഞ്ചിപ്പിക്കും, കണ്ണ് മഞ്ഞളിപ്പിക്കും. നമുക്ക് വാവ് എന്ന് പറയും നമ്മൾ. ഓരോരോ ക്ഷേത്രങ്ങളിൽ ഓരോരോ എന്താ പറയുക, ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ, ദിക്കുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രകൃതി രമണീയമാണെങ്കിൽ പ്രകൃതി രമണീയം, ആർക്കിടെക്റ്റ് ആണെങ്കിൽ ആർക്കിടെക്റ്റ്, എന്ത് വേണമെങ്കിൽ അത്. എത്രയുണ്ട് നമ്മുടെ നാട്ടിൽ, അറിയാതെ എത്ര കിടക്കണു. കാണാറില്ല നമ്മൾ വാട്സാപ്പിലൊക്കെ ഓരോന്ന് പറഞ്ഞാൽ കാണാറില്ല. അവിടുത്തെ അമ്പലം ഇവിടുത്തെ അമ്പലം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ഇതിൻ്റെയൊക്കെ ആർക്കിടെക്റ്റ്? എത്ര കൊല്ലം ഇരുന്ന് നോക്കിയാലാ അത് ആസ്വദിക്കാൻ നമുക്ക് മുഴുവൻ പൂർത്തിയായിട്ട് പറ്റുക. വടക്കുംനാഥ ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, അവിടെയൊക്കെ ഒന്ന് പോയി ഇരുന്ന് നോക്കൂ. എത്ര കൊല്ലം ഇരിക്കണം? ബോറടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാൻ അടിക്കില്ല. അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അവിടുത്തെ ആംബിയൻസ്, ഇതൊക്കെ ഉൾക്കാഴ്ചയല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തിനാ ഫോറിൻ ട്രാവല്? നമ്മുടെ രാജ്യത്തല്ലേ ഉണ്ടല്ലോ കാണാനുള്ളത് എന്ന് പറയുന്നത് പോലെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഇന്ദ്രിയ വിഷയങ്ങളിലൊന്നും പോയിട്ട് കാര്യമില്ല. ഉള്ളിലുള്ള ആത്മാരമതയെ സ്വയം രമിക്കാനുള്ള വസ്തുവിൻ്റെ ഉള്ളിലുണ്ട്, സെൽഫ് ജനറേറ്റിംഗ് ആണ് എന്ന് മനസ്സിലാവും. മനസ്സിലെ ഈ പരിവർത്തനത്തിന് ഭഗവാൻ നമ്മളെ സഹായിക്കും. അല്ലെങ്കിൽ ഈ പരിവർത്തനം കിട്ടാനായിട്ട് വേണ്ട രീതികളിൽ ഭഗവാൻ നമ്മളെ നയിക്കും. വിനയ,
നമ്മുടെ മനസ്സിനെ നമ്മളുടെ ബുദ്ധിയും വിശേഷേണ നയിക്കുന്നു. ബുദ്ധി നമ്മുടെ മനസ്സിനെ നയിക്കും. അതുകൊണ്ടാണ് വിനയ എന്ന് പറയാൻ കാരണം. മനസ്സിലായോ? ഓക്കെ. അടുത്ത നാമം ജയ. ജയ എന്ന് വെച്ചാൽ സമസ്ത ഭൂതജാലങ്ങളുടെയും സമസ്ത എന്താ പറയുക ഭൂതജാലങ്ങളെയും ജയിച്ചവൻ എന്നർത്ഥം. നമ്മൾ കണ്ട നാമം തന്നെ, അധികം ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. പുരുജിത്ത് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? പുരുജിത്ത് എന്നുള്ള നാമം എന്താ? അധികം പേരെ ജയിച്ചവൻ എന്നർത്ഥം. പടഞ്ഞ പറഞ്ഞു ജയ, സമസ്ത ഭൂതജാലങ്ങളെയും ജയിച്ചവൻ. പുരുജിത്ത് എന്ന നാമത്തിൻ്റെ അർത്ഥം തന്നെ ഇവിടെ വരുന്നത്. നമ്മൾ ഇന്നലെ കണ്ടതല്ലേ പുരുജിത്ത് എന്നുള്ള നാമം. വിഭൂതി യോഗത്തിൽ ഭഗവത്ഗീതയിൽ 10-ാം അധ്യായത്തിൽ ഭഗവാൻ എന്താ പറയണറിയോ? ജയോസ്മി വ്യവസായോസ്മി. ഞാൻ വ്യവസായമാണ്, ഞാൻ ജയമാണ്. ഐ ആം ഇൻഡസ്ട്രിയസ്, ഐ ആം സക്സസ്ഫുൾ. ജയോസ്മി വ്യവസായോസ്മി. അപ്പോൾ ജയം ആരാ? ജയം ഞാൻ തന്നെയാണെന്ന് പറയാണ് ഭഗവാൻ. ഞാനാണ് ജയം. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ, വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ ഭഗവാനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ, ഈ മനസ്സിന് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് ഇടനിലക്കാരുണ്ട്. ഇവരൊക്കെ തട്ടി തകർത്തിട്ട് വേണം പോവാൻ. ഇങ്ങോട്ട് വരുമോ, അങ്ങോട്ട് വരുമോ, ഇങ്ങോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വലിക്കാണ്ടാവും. ഈ റെയിൽവേ സ്റ്റേഷനിൽ പണ്ട് മദ്രാസിൽ ഇറങ്ങിയുണ്ടാവും. അതേ മലയാളികളുടെ ഹോട്ടലാണ് കേട്ടോ, വരുന്നോ, അങ്ങോട്ട് പോവുക എന്ന് പറയും ഒരാൾ. നല്ല ഭക്ഷണം അവിടെ, നല്ല നാടൻ ചാപ്പാട് കിട്ടും, ഇങ്ങോട്ട് പോവുക, ഈ കോമളവിലാസിലേക്ക് പോവുക എന്ന് പറയും. വേറൊരാൾ പറയും നല്ല റൂമാ, കുളി നല്ല സുഖമാണ്, വൈകുന്നേരം പോയില്ലേ നിങ്ങളൊക്കെ, അതുവരെ നല്ല സുഖമായിട്ട് കുളിക്കാൻ നല്ല കുളിമുറിയൊക്കെ ഉണ്ട്, കുളി സുഖമാണ്, കിടന്ന് ഉറങ്ങും ചെയ്യാം അത്യാവശ്യത്തിന്. അതുകൊണ്ട് കേരള ഭവനിലേക്ക് പോകാമെന്ന് പറയും. ചിലവർ അങ്ങോട്ട് പോകും, ചിലവർ കോമളവിലാസിലേക്ക് പോകും, ചിലർ ഊണിനും പോവും, ചിലവർ ഉറക്കത്തിനും പോവും. അങ്ങനെയല്ലേ? മദ്രാസിൽ കാലത്ത് വണ്ടി ഇറങ്ങിയാൽ പിന്നെ രാത്രിയേ വണ്ടി ഉണ്ടാവുള്ളൂ, കണക്റ്റിംഗ് ട്രെയിനേ. അപ്പോൾ ഇവർ വന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്യും, അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോവുക. നമ്മളാണെങ്കിൽ ഇത് കേട്ടാൽ പെടും ചെയ്യും. മനസ്സല്ലേ ആളെ കൂടെ, അങ്ങോട്ട് പോകണോ, ഊണ് കഴിക്കാണ്ട് എന്താ കാര്യം? ഊണൊന്നും അല്ലടോ കാര്യം, ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്, എന്ത് എപ്പം നോക്കിയാലും ഊണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകും, ഉറങ്ങാൻ പോകും. എന്താ ഉറങ്ങിലിപ്പോൾ വണ്ടിയിൽ കിടന്നിട്ട് ആയിക്കൂടെ, സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ ഷുഗർ വരും. അങ്ങനെയാവും ചിലവർ. അപ്പോൾ ഊണെന്ന് പറയും ചിലവർ ഉറക്കം എന്ന് പറയും. എങ്ങനെ പോവുക? അതുകൊണ്ടാണ് ഒരു നല്ല ഒരു തിരുമേനിയുടെ മുമ്പിൽ രണ്ടാളും ചെന്ന് പെട്ടപ്പോൾ ഒരാൾ പറഞ്ഞു ഊണ് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാം, ഉറക്കം നമ്മുടെ ഹോട്ടലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഊണ് ഇവിടെ ആവുക, ഉറക്കം അവിടെ ആവാം, എന്തേ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നെ പറഞ്ഞ പോലെ മനസ്സിലായോ? അപ്പോൾ ബാഹ്യവസ്തുക്കളിൽ നിന്ന് ഒരുപാട് ബാഹ്യവസ്തുക്കളെ നമുക്ക് തരണം ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകും. ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് വേണം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ. എനിക്ക് തൻ്റെ ചോറ് വേണ്ട, തൻ്റെ ഹോട്ടൽ വേണ്ട, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാടോ എന്ന് പറഞ്ഞ് പോരണമെങ്കിൽ കുറേ ആൾക്കാരെ നമ്മൾ തരണം ചെയ്തിട്ട് വേണം പോകാൻ. കുറേ നെഗറ്റീവ് എനർജീസിനെ നമ്മൾ ജയിക്കണം. ഒരുപാട് ഇടനിലക്കാരുണ്ട്, ഇടയ്ക്ക് വന്ന് നിൽക്കണവർ, ഇടങ്കോലിടുന്നവർ. മനസ്സിനെയും ബുദ്ധിയും അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും ഇങ്ങോട്ട് പിടിച്ചു വലിക്കും, ബാഹ്യലോകത്തിലേക്ക് പിടിച്ചു വലിക്കും. അട്രാക്ഷൻ അത്രയ്ക്കുണ്ടേ. കാമക്രോധ ലോപമോഹമത മത്സരങ്ങൾ നമ്മളെ പിടിച്ചു വലിക്കും നമ്മളെ. അവരോടൊക്കെ ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് പോകണം. അവരൊക്കെ ജയിക്കണം. അതാണ് ജയ. അവരെല്ലാവരും ജയിച്ചവരെ നിർത്തും. അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിന് മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയെ ജയിക്കണം, അഥവാ ത്യജിക്കണം. ജയിക്കുക അല്ലെങ്കിൽ ത്യജിക്കുക. മനസ്സിലായില്ലേ? അതാണ് ജയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അടുത്ത നാമം സത്യസന്ധ. സത്യസന്ധ എന്ന് വെച്ചാൽ സങ്കല്പങ്ങളെല്ലാം സത്യമായവനാണ് സത്യസന്ധൻ.
ഭഗവാന്റെ സങ്കല്പങ്ങളെല്ലാം സത്യമായി തീരും. അല്ലെങ്കിൽ സത്യത്തെ രക്ഷിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. സത്യസന്ധ എന്ന് വെച്ചെങ്കിൽ സങ്കല്പങ്ങളെല്ലാം സത്യമാകുന്നവൻ, അതല്ല എന്നുണ്ടെങ്കിൽ സത്യത്തെ രക്ഷിക്കുന്നവൻ. രണ്ടും ഭഗവാന് ചേർന്ന അർത്ഥങ്ങളാണ്, വ്യാഖ്യാനങ്ങളാണ് അല്ലേ. ഭഗവാന്റെ സങ്കല്പങ്ങൾ സത്യമായി തീരും ചെയ്യും, ഭഗവാൻ സത്യത്തിനെ രക്ഷിക്കുന്നവനുമാണ് അല്ലേ. സത്യപരാക്രമ എന്നൊക്കെ വായിച്ചിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ നമ്മൾ? യഥാർത്ഥ സിദ്ധ സങ്കല്പൻ. അപ്പോൾ ഭഗവാന്റെ സങ്കല്പങ്ങളെല്ലാം ഉടനെ തന്നെ സത്യമായി തീരും. ഭഗവാനൊന്ന് സങ്കല്പിക്കുക വേണ്ടോ, അത് സത്യമായിട്ട് അങ്ങോട്ട് തീരും. അതാണ് ഭഗവാന്റെ ശക്തി. ഇസ് ഓംനിഷ്യൻറ്റ്, അല്ലെങ്കിൽ ഓംനിഷ്യൻ്റ് എന്നുള്ള പേര് വരുമോ? നമ്മൾ അവിടെ ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. അതൊക്കെ മഹർഷിമാർ ആദ്യമേ കൂട്ടി ബേസിക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇസ് ഓംനി പ്രസൻറ്റ്, ഇസ് ഓംനിഷ്യൻറ്റ്, ഇസ് ഓംനിപോട്ടൻറ്റ്. ഇത് മൂന്നും നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു അത്ഭുതമില്ല ഭഗവാൻ കാണിക്കുന്നതിൽ. ഓംനിഷ്യൻറ്റ്, ഓൾ പവർഫുൾ ആയിട്ടുള്ള ഒരാൾ സങ്കല്പം അങ്ങോട്ട് സത്യമാക്കണം എന്ന് വെച്ച് പുറപ്പെട്ടാൽ സത്യമാവില്ലേ? അല്ലെങ്കിൽ പിന്നെ ഓൾ പവർഫുള്ളാ അല്ലേ. അപ്പം സങ്കല്പങ്ങളെല്ലാം ഭഗവാന്റെ ഉടനെ തന്നെ സത്യമായി തീരും, അഥവാ നിറവേറുന്നു എന്നർത്ഥം. ആ സങ്കല്പം നിറവേറുന്നു, സാക്ഷാത്കരിക്കുന്നു. അത് വ്യർത്ഥമായി പോവില്ല. ഭഗവാന്റെ പരിശ്രമങ്ങളൊന്നും, സങ്കല്പങ്ങളൊന്നും വ്യർത്ഥമായിട്ട് പോവില്ല. ഭഗവാൻ ഒരു കാര്യം വിചാരിച്ച പോലെ കൊണ്ട് കിട്ടും. നമുക്കല്ലേ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ച, പക്ഷെ അതങ്ങോട്ട് പറ്റിയില്ല, അതല്ലേ പറയണ്ടോ. നമ്മുടെ സങ്കല്പങ്ങളൊന്നും പൂർത്തിയാവില്ല. കാരണം നമ്മൾ പൂർണ്ണമിതമല്ല പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് എത്തിയിട്ടില്ല. പൂർണ്ണനായാൽ കുഴപ്പമൊന്നുമില്ല, പൂർണ്ണത കിട്ടാനാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ പൂർണ്ണനല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അതായിട്ടില്ല, കാത്തിരിക്കുക, കിട്ടും, ഡോണ്ട് വറി, വരും. നമ്മുടെ കയ്യിൽ ആ പൂർണ്ണത കൈ വരും, സംശയമില്ല. എങ്ങോട്ട് പോകാനാ പൂർണ്ണത? നമ്മുടെ അടുത്തേക്ക് വരും. ഈ ലെവലിൽ അങ്ങോട്ട് പോയാൽ മതി നമ്മൾ അല്ലേ. സത്യകാമ സത്യസങ്കല്പ എന്നാണ് ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നത്. സത്യകാമ സത്യസങ്കല്പ, അതിനെയാണ് ഇവിടെ സത്യസന്ധ എന്ന് പറഞ്ഞത്. ഉപനിഷത്ത് വാക്യങ്ങൾ തന്നെയാണ്. പിന്നെ പരിപൂർണനായ ഭഗവാനിൽ സദാസമയത്തും ചിന്തകൾ, വികാരങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികൾ ഇതെല്ലാം എല്ലായ്പ്പോഴും സത്യമായി തീരും. പരബ്രഹ്മത്തിൻ്റെ അല്ല, ഭഗവാന്റെ അവതാര പുരുഷനായിരിക്കുന്ന ഭഗവാന്റെ പരബ്രഹ്മത്തിൻ്റെ അംശമായിരിക്കുന്ന മഹാവിഷ്ണു, അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഇതെല്ലാം ഇപ്പോഴും സത്യമായിട്ട് തീരുള്ളൂ. അദ്ദേഹം പറയണതൊക്കെ സത്യമാണ്, വാക്ക് മാറ്റില്ല അദ്ദേഹം. ഞാൻ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞതല്ല കുട്ടേട്ടാ, ഇങ്ങനെയൊക്കെ വാക്കിൻ്റെ മുകളിൽ പിടിച്ച് തൂങ്ങിയാലോ അല്ലേ. ഭഗവാൻ അങ്ങനെയില്ല, ഭഗവാൻ അങ്ങനെ രണ്ട് വാക്കില്ല. എല്ലാം എല്ലായ്പ്പോഴും സത്യമായിട്ട് വരുന്നു. പറഞ്ഞ വാക്ക് മാറ്റി പറയാതിരിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ദിനചര്യ, ആ ദിനചര്യ ഒരു തപസ്സാണ്, എളുപ്പമല്ല അത്. പറഞ്ഞ വാക്ക് മാറ്റം കൂടാതെ അത് നിറവേറ്റുക. നിത്യം ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ ആവശ്യമില്ലാതെ വാക്ക് കൊടുക്കാണ്ടിരിക്കുക. ആനെ കൊടുത്താലും വാക്ക് കൊടുക്കല്ലേ എന്നൊക്കെ പറയില്ലേ ചില പാട്ടുകളിലൊക്കെ ഇല്ലേ. ആ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്ക് പാലിക്കേണ്ട ചുമതല നമുക്കുണ്ട്. അത് നമ്മളുടെ ധർമ്മമാണ്. അതൊരു തപശ്ചര്യയായിട്ട് കൊണ്ട് നടത്തണം നമ്മൾ. ദാറ്റ് ഈസ് ക്യാരക്ടർ. ഇന്ന് നമ്മൾ അങ്ങനെയാണോ? ആലോചിച്ച് നോക്കൂ. നമ്മളുടെയൊക്കെ കഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ആ ലെവലിൽ നിന്ന് എവിടെ കിടക്കണം? എത്ര നമുക്കിനി സഞ്ചരിച്ച് മേൽപോട്ട് പോകാനുണ്ട്? ഇപ്പോൾ വാക്ക് മാറ്റിയാൽ എന്തിനാ അങ്ങനെ പറഞ്ഞതാൻ, എന്നിട്ട് എന്തിനാ അപ്പം അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ഉത്തരം പറയാമെന്നറിയോ? അതെ,
വാക്കല്ലാണ്ട് പിന്നെ ആളെ മാറ്റാൻ പറ്റുമോ? ഇതാണ് ചോദ്യം, തിരിച്ചു ചോദ്യം. പറഞ്ഞ വാക്കിന് വിലയും വ്യവസ്ഥയും കൽപ്പിക്കാത്ത ഒരു ജനക്കൂട്ടമാണ് ഇന്ന് അധികവും. ചുറ്റുപാടായിരിക്കാം, സിറ്റുവേഷൻസ് ആയിരിക്കാം, പ്രാരാബ്ധമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, സത്യം ഇതാണ്. പറഞ്ഞ വാക്കിന് യാതൊരു വിലയുമില്ലാതെ താന്തോന്നിയായിട്ട് നടക്കാനുള്ളൊരു ഒരു ഒരു എന്താ ഉൾപ്രേരണ കൊണ്ടിട്ടാണ് നമ്മൾ നടക്കുന്നത്. എപ്പോഴാണ് വാക്ക് മാറ്റാൻ തരുന്നത് വെച്ചാൽ അപ്പം മാറ്റുക. പറഞ്ഞ വാക്ക് പാലിക്കാൻ എന്താ വഴി എന്നല്ല നോക്കുക. കൊടുത്ത വാക്ക് ഇല്ലാണ്ടാക്കാൻ വല്ല വഴിയുണ്ടോ? വല്ല ലൂപ്പ് ഹോളും ഉണ്ടോ? അതിപ്പോൾ ഞാൻ അന്ന് അങ്ങനെ അത് അന്നത്തെ ചുറ്റുപാട് രാമേട്ട വ്യത്യാസമുണ്ട്. രാമേട്ടനെ ആളെ അറിയേണ്ടപ്പോൾ സംഗതി അറിയേണ്ട സംസാരിക്കണത്. അന്ന് ഞാൻ എന്ത് ചുറ്റുപാടിലാണ് ആ വാക്ക് ഞാൻ പറഞ്ഞത് അയാളോട്? ആ കേശവൻകുട്ടിയോട് ഞാൻ അന്ന് എന്താ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അന്ന് എന്തായിരുന്നു എൻ്റെ ചുറ്റുപാട്? പഞ്ചാഗ്നിയിൽ നിൽക്കുകയായിരുന്നു ഞാൻ. ചേട്ടനറിയില്ലേ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ? ആ ചുറ്റുപാടിൽ ഞാൻ അവനോട് അന്ന് അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് അതെങ്ങനെ ശരിയാവുക? അവനാലോചിക്കണ്ട, അവന് ബുദ്ധിയില്ലേ? അപ്പം അവനായി വാക്ക് മേടിച്ചവനായി ബുദ്ധിശൂന്യൻ. നോക്കൂ, നമ്മുടെ സംസ്കാരത്തിൻ്റെ പോക്ക് നോക്കൂ. അപ്പം എല്ലാ ധാർമ്മിക കർമ്മങ്ങൾക്കും ഒരു മാനദണ്ഡം വേണ്ടേ? വാക്കൊക്കെ എന്ന് പറയുന്നത് ധാർമ്മികമായിട്ട് കൊടുക്കുന്ന വാക്കാണ്. അതിനൊരു മാനദണ്ഡം വേണ്ടേ? ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ? ഒരു വിശ്വ നിലവാരം വേണ്ടേ? വാക്ക് കൊടുത്താൽ എങ്ങനെയാണ് അത് പാലിക്കുക? അതൊരു കാര്യം, ഒരു പ്രത്യേക ഒരു പ്രതിഭാസമാണത്. ഇന്നിപ്പോൾ എല്ലാറ്റിനും വേൾഡ് സ്റ്റാൻഡേർഡ് അല്ലേ? എല്ലാറ്റിനും സ്റ്റാൻഡേർഡ് ഉണ്ട്. ഈ കാര്യങ്ങൾക്കൊന്നും ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. ഒരു വാക്ക് കൊടുത്താൽ അത് പാലിക്കേണ്ട സ്റ്റാൻഡേർഡ് എന്താണ്? എവിടെയൊക്കെ നമുക്ക് ലോപം വരുത്താം, എവിടെയൊക്കെ നമുക്ക് കോട്ടം വരുത്താം, ഏതാണ് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? വേറെ എല്ലാറ്റിനും ഉണ്ടല്ലോ. മുറ്റത്ത് കോലം വരയ്ക്കണമെങ്കിൽ അതിന് വേൾഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ദോശ ഉണ്ടാക്കണമെങ്കിൽ വേൾഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇഡ്ഡലി കഴിക്കണമെങ്കിൽ ആ കഴിക്കുന്ന രീതിക്ക് വേൾഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്. എല്ലാം ISO ആണ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഒക്കെ സ്റ്റാൻഡേർഡാണ്, എല്ലാറ്റിനും സ്റ്റാൻഡേർഡാണ്. അതിന് മാത്രം സ്റ്റാൻഡേർഡ് ഇല്ല. പക്ഷേ ഈ പറഞ്ഞതെല്ലാം ബാഹ്യവസ്തുക്കൾക്കുള്ള സ്റ്റാൻഡേർഡാണ്. ആന്തരികമായിട്ടുള്ള എന്താ പറയുക, എമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് നമുക്കില്ല. അത് അവനവൻ തന്നെ വയ്ക്കണം ആ സ്റ്റാൻഡേർഡ്. പെരുമാറ്റച്ചട്ടത്തിന് ഒരു മാർഗരേഖയില്ല. ഞാൻ ഒരു ഫ്രണ്ടിനെ കണ്ടാൽ എന്ത് പറയണം? എവിടെ മാർഗരേഖയുള്ളത്? ചിലർ ഹലോ എന്ന് പറയും, ചിലർ ഏയ്, ചിലർ ഹൂ, ചിലർ ഏയ്, എന്താ അങ്ങനെയൊക്കെയാണ്. അതിന് വല്ല പെരുമാറ്റച്ചട്ടമുണ്ടോ? കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ലല്ലോ. കോഡ് ഓഫ് കോണ്ടക്റ്റൊക്കെ എവിടെയുള്ളത്? അതിന് ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ നമ്മളുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡായിട്ടൊന്നും ഇല്ലെങ്കിലും പണ്ട് നമ്മളുടെ പുരാണങ്ങളിൽ അല്ലെങ്കിൽ ഇതിഹാസങ്ങളിൽ ഋഷിമാർ കുത്തിച്ചെലുത്തിയത് മനുഷ്യൻ്റെ സ്വഭാവ ഗുണം വർദ്ധിപ്പിക്കാനുള്ള മാർഗദർശനങ്ങളായിരുന്നു. വേദങ്ങളിലൊന്നും കാണില്ല. പുരാണങ്ങളിലും ഇതിഹാസത്തിലൂടെയാണ് നമ്മൾ ഈ പരിവർത്തനങ്ങളൊക്കെ കാണുക. കഥാപുരുഷന്മാരിലൂടെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ് സ്റ്റാൻഡേർഡ് എന്നുള്ളത്. ശ്രീരാമൻ എന്തായിരുന്നു, ശ്രീകൃഷ്ണൻ എന്തായിരുന്നു, ബുദ്ധൻ എന്തായിരുന്നു, ഹരിശ്ചന്ദ്രൻ എങ്ങനെയായിരുന്നു, കഥാപാത്രങ്ങൾ, യുധിഷ്ഠിരൻ എങ്ങനെയായിരുന്നു, ദുര്യോധനൻ എങ്ങനെയായിരുന്നു, രാവണൻ എങ്ങനെയായിരുന്നു.
വിഭീഷണൻ ആരായിരുന്നു? ഓരോ കഥാപാത്രത്തിലൂടെ നമുക്ക് ഓരോരോ ക്യാരക്ടറിനെ നമുക്ക് കാണിച്ചു തന്ന് നമ്മുടെ മനസ്സിനെ ഇൻസ്പയർ ചെയ്യുന്നതാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും. അപ്പോൾ ക്യാരക്ടർ ബിൽഡിംഗ് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ മോഡൽസ് ആണ് ഈ പുരാണങ്ങളെല്ലാം. ഒരു രാമായണത്തിലൊക്കെ മര്യാദ രാമൻ എന്ന് പറയുന്നുള്ളൂ. ആ രാമൻ ഒരു റോൾ മോഡലാണ്. ഓരോ ചുറ്റുപാടിലും സന്ദർഭങ്ങളിലും മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണം, എന്നാണ് സ്ട്രെസ്. പ്രതികരിക്കണം എന്നല്ല. നമ്മുടെ സംസ്കാരത്തിൽ ഒന്നും തന്നെ പ്രതികരണമല്ല, എല്ലാം പ്രവർത്തിക്കലാണ്. നമ്മൾ ചെയ്യുന്നത് നേരെ വിപരീതമാണ്. നമ്മളുടെ എല്ലാ പ്രവൃത്തിയും എന്താ പറയുക, പ്രതികരണമാണ്. എല്ലാം റിയാക്ഷനാണ് നമ്മളുടെ. ആലോചിച്ച് നോക്കൂ. ഒന്നും പ്രവൃത്തിയായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഒന്നും നമ്മൾ ചെയ്യുന്നത് കർമ്മമല്ല, ഒക്കെ പരികർമ്മമാണ്. ഒരു ദിവസത്തെ ഒന്ന് റീപ്ലേ ചെയ്ത് നോക്കുമോ? രാത്രി കിടക്കുമ്പോൾ എന്തെല്ലാം സന്ദർഭത്തിൽ ഞാൻ കർമ്മം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ കർമ്മമായിട്ട് എത്രണ്ണം ചെയ്തിട്ടുണ്ട്, ആക്ഷനായിട്ട് എത്രണ്ണം ചെയ്തിട്ടുണ്ട്, റിയാക്ഷനായിട്ട് എത്രണ്ണം ചെയ്തിട്ടുണ്ട്. ഗോവിന്ദൻകുട്ടി 14ാമത്തെ നിലയിൽ നിന്ന് ചാടിയത് കർമ്മമല്ല, അത് ആക്ഷനല്ല ഗോവിന്ദൻകുട്ടിയുടെ, അത് ഗോവിന്ദൻകുട്ടിയുടെ റിയാക്ഷനാണ്. ഓർക്കുന്നുണ്ടോ? മറന്നിട്ടില്ലല്ലോ കഥ. താള വെച്ചു എന്ന് കേട്ട കയറെടുക്കൂ എന്ന് പറയുന്നത് റിയാക്ഷനാണ്, ആക്ഷനല്ല. അപ്പോൾ ജീവിതത്തിലെ എല്ലാ റിയാക്ഷനും നിർത്തിയിട്ട് സ്റ്റോപ്പ് റിയാക്ടിങ് ആൻഡ് സ്റ്റാർട്ട് ആക്ടിങ്. അതാണ് ശ്രീരാമൻ നമ്മളെ പഠിപ്പിക്കേണ്ടത്. അതാണ് ശ്രീകൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കേണ്ടത്. അതാണ് അവതാര പുരുഷന്മാർ നമ്മളെ പഠിപ്പിക്കേണ്ടത്. പുരാണ പുരുഷന്മാർ നമ്മളെ പഠിപ്പിക്കേണ്ടത് അതാണ്. ഒരാൾക്കും റിയാക്ഷനില്ലല്ലോ. നോക്കിയിട്ടുണ്ടോ? ആരെ വേണി എടുത്ത് നോക്കിക്കോളൂ, എല്ലാം ആക്ഷനാണ്. അപ്പം ഈ നാമത്തിൽ പറയുന്ന സത്യസന്ധ എന്ന് പറയുന്നത്, ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ പെരുമാറ്റത്തിലും ആവശ്യമാണ്. മനോവാക്കായം മൂന്നിലും വേണം. തോട്ട്, വേർഡ് ആൻഡ് ഡീഡ്. ചിന്തയിൽ സത്യസന്ധത വേണം, വാക്കിൽ സത്യസന്ധത വേണം, പെരുമാറ്റത്തിൽ സത്യസന്ധത വേണം. മനോവാക്കായം നമ്മളെ ചിന്തകൾക്ക്, വാക്കുകൾക്ക്, പ്രവൃത്തികൾക്ക്. ഇതിൽ വാക്ക് ഒരു പ്രധാന ഘടനയാണ് അല്ലേ? ചിന്തകൾക്കും പ്രവൃത്തികൾക്കും നടുക്കിലാണ് വാക്ക് നിൽക്കുന്നത്. ചിന്തകളിൽ നിന്ന് വാക്കുണ്ടാവുന്നു, വാക്കിൽ നിന്ന് പ്രവൃത്തി ഉണ്ടാവുന്നു. പ്രവൃത്തി അല്ലെങ്കിൽ റിയാക്ഷൻ, ആക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ ഉണ്ടാവുന്നു. അപ്പോൾ വാക്ക് നിൽക്കുന്നത് നേരം നടുക്കിലാണ്. ആദ്യം നമ്മൾ ചിന്തിക്കും, പിന്നെ നമ്മൾ പറയും, പിന്നെ നമ്മൾ പ്രവർത്തിക്കും. ആക്ട് ചെയ്യും അല്ലെങ്കിൽ റിയാക്ട് ചെയ്യും. അപ്പോൾ വാക്ക് മധ്യസ്ഥനാണ്, നടുക്കിൽ നിൽക്കുന്നതാണ്. അതിനെ കെയർഫുള്ളായി സൂക്ഷിക്കണമല്ലോ. അതുകൊണ്ടാണ് നടുക്കിൽ കൊണ്ടിട്ടതാണ്. അപ്പോൾ വാക്ക് എന്ന് പറയുന്നത് വളരെ വളരെ വിലപ്പെട്ട ഒരു വസ്തുവാണ് മനുഷ്യന്. ഞാൻ വാക്ക് കൊടുത്തു എന്നൊക്കെയല്ലേ നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ കൊടുത്തു, നമ്മൾ ദാനം ചെയ്യാണ്, പിന്നെ തിരിച്ചു മേടിക്കാൻ അധികാരമില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വാക്ക് കൊടുത്തു പോയിട്ട് അതൊന്നും സാരമില്ല. ഇങ്ങനെയൊക്കെ കുട്ടികളെ പോലെ ആയാലോ, നമ്മളൊക്കെ മറിച്ചുമാറാണോ? ചെറുപ്പത്തിലൊന്നും അങ്ങനെ പറഞ്ഞു വെച്ച് മറ്റെന്താ പറയുക, തീരുമാനിച്ചു വെച്ചിട്ട് അവൾക്കിപ്പോൾ പനേ കിട്ടുള്ളൂ. ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ കുട്ടികളെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും മുത്തച്ഛന്മാര്. കരുണാകരൻ ഇവൾക്കുള്ളതാണ്, ഇവള് കരുണാകരൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇവനൊരു മഷോടനായിട്ട് മാറി, ഈ കുട്ടി കുറേ പഠിച്ച് PhD ഒക്കെ എടുത്ത് വരുമ്പോൾ പിന്നെ അമ്മായിക്ക് തോന്നും, ഈ ചെക്കൻ പോരാ, ഈ ചെക്കൻ റോഡ് നടന്ന് കൊണ്ടാക്കുകയുള്ളൂ, എൻ്റെ മോൾക്ക് പറ്റിയതല്ല.
ആദ്യം അങ്ങനെയല്ല അമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അന്നാളിലാർക്കുയരമേറിടുമെന്നു നോക്കാൻ അമ്മായി ഞങ്ങളെ വിളിച്ചരികത്തു നിർത്തും. ചുമ്മാ കളിച്ചു കരുണാകരനാണു ഭർത്താവെന്നൊക്കെയല്ലി പരിഹാസരസം പൊഴിക്കും. ഇതൊക്കെ ചെറുപ്പത്തിൽ നടക്കും. കുറച്ചങ്ങോട്ട് പ്രായമായാലോ, ഇത് വയസ്സായവരെന്തെങ്കിലുമൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചിട്ട് ഇപ്പോൾ കുട്ടികളിപ്പോൾ നമ്മൾ കുട്ടികളുടെ ഇതിന് വിട്ടു കൊടുക്കണ്ടേ എന്നൊക്കെയാവും പിന്നത്തെ വാക്കുകൾ. അപ്പോൾ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാം. തമാശയിൽ പറഞ്ഞു എന്നല്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ വാക്ക് കൊടുത്തു എന്ന് പറയുന്നത്. പരിതസ്ഥിതികൾ മാറുമ്പോൾ വാക്ക് മാറും. ഇന്നത്തെ ലോകത്തിൽ തീർച്ചയായിട്ടും മാറും. പരിതസ്ഥിതികൾ മാറുമ്പോൾ വാക്ക് മാറും. കാരണം അതിനുള്ള ക്യാരക്ടർ നമുക്കുള്ളൂ, അതിനുള്ള സ്റ്റാമിനയെ നമുക്കുള്ളൂ. അസാമാന്യ ഉൾശക്തി വേണം, ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വേണം പറഞ്ഞ വാക്ക് നിറവേറ്റാൻ. അതില്ല നമുക്ക്. ആ ഇൻബിൽറ്റ് എനർജി ഇല്ല. നമ്മൾ ഈ എനർജിയൊക്കെ നമുക്ക് കിട്ടണമെന്ന ഈ കപ്പലണ്ടി നിന്നിട്ടുള്ള എനർജി നമുക്കുള്ളൂ. ബാഹ്യലോകത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ചവച്ച് വലിച്ചിട്ടുള്ള എനർജിയെ നമുക്കുള്ളൂ. നമുക്ക് സ്വന്തം പ്രാണായാമം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എനർജി നമുക്കില്ല. ഇന്നർ എനർജി, ഒരു ജനറേറ്റർ നമ്മളുടെ ഉള്ളിലുണ്ട്. ആ എനർജി വേസ്റ്റാക്കി കളയണം നമ്മൾ. അതുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ ജീവിക്കാനുള്ള എനർജി ഉപയോഗിക്കേണ്ട എവിടുന്ന നമുക്ക് കിട്ടുന്ന എനർജി? ബട്ടാണിയിൽ നിന്നും മൈസൂർ പാക്കിൽ നിന്നും മസാല ദോശ എന്നൊക്കെ അല്ലേ? ആ എനർജിയല്ലേ ഉള്ളൂ. അപ്പോൾ പരിതസ്ഥിതികൾ മാറുമ്പോൾ വാക്ക് മാറും. കൊടുത്ത വാക്കിൻ്റെ അർത്ഥം മാറും. ഞാൻ അങ്ങനെയാണോ പറഞ്ഞേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഭാവം മാറും, രസം മാറും. അപ്പോൾ അലകും പിടിയൊക്കെ മാറും വാക്കിൻ്റെ. അതിൽ ഇന്നത്തെ ചുറ്റുപാട് അല്ലേ? അപ്പോൾ ശ്രീരാമനെ വാൽമീകി രാമായണത്തിൽ വാൽമീകി അവതരിപ്പിക്കും മര്യാദരാമനായിട്ട്. ഇങ്ങനെയൊരു പുരുഷനായിട്ടല്ല രാമനെ അവതരിപ്പിക്കുക. കൊടുത്ത വാക്ക് മാറ്റുക, തോന്നുമ്പോൾ തോന്നിയത് പറയാം. അത് ഞാൻ അങ്ങനെ പറഞ്ഞൊന്നല്ല, ഇങ്ങനെ പറഞ്ഞൊന്നല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചു. പിന്നീടല്ലേ സംഗതി മനസ്സിലായത്. നമ്മൾ ദിവ്യത്വമുള്ള പുരുഷന്മാരൊന്നും അല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പോയാൽ ഇപ്പം ഇത്രയൊക്കെ ബഹളം കൂട്ടാണ്ടോ, കോലാഹലം കൂട്ടാണ്ടോ, ഇത് നല്ല കൂത്തായി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പിന്നാലെ കൂടാൻ നിൽക്കുകയെ. ശ്രീരാമൻ്റെ പിന്നാലെ നിന്ന് അങ്ങനെ ആൾക്കാർ കൂടി അദ്ദേഹം വണങ്ങുന്ന പാർട്ടിയല്ല. അതാണ് വാൽമീകി പറഞ്ഞു കൊണ്ടുവരുന്നത്. നമ്മളുടെ മുമ്പിൽ ചിത്രം വരച്ച് കാണിക്കേണ്ടതാണ്. ഒരു റോൾ മോഡലായിട്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും ശ്രീരാമൻ ഒരു റോൾ മോഡലായിട്ടാണ് ഭഗവാനെ മര്യാദരാമനെ വാൽമീകി രാമായണത്തിൽ വാൽമീകി അവതരിപ്പിക്കുന്നത്. വനവാസകാലത്ത് ചില മുനിമാർക്ക് ഒരു കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ചില ഉപകാരങ്ങൾ ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത സമയത്ത് ചില മുനിമാർക്ക് ചില കാര്യസിദ്ധിക്ക് വേണ്ടി ശ്രീരാമൻ വാക്ക് കൊടുക്കും. ശപഥം ചെയ്യും ശ്രീരാമൻ, അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. 14 കൊല്ലമല്ലേ. അത് കാലക്രമേണ ചുറ്റുപാടുകൾ മാറുമ്പോൾ ശ്രീരാമനത് എക്സിക്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനോ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണും. പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ വരില്ല, ബുദ്ധിമുട്ടുകൾ കാണും. അപ്പം അത് സാധിപ്പിക്കാൻ സാധിക്കാത്ത ചില ചുറ്റുപാടുകൾ വരുമ്പോൾ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു, സാരില്ല, അങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞൊന്നും അല്ലല്ലോ ഭഗവാൻ, പറ്റുമെങ്കിൽ ഭഗവാൻ ചെയ്യാണ്ടിരിക്കുമോ, ഭഗവാനും ഒച്ചയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, പക്ഷേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. മാത്രമല്ല മുനിമാരും പറഞ്ഞു, ശ്രീരാമ പേടിക്കണ്ട, വാക്കൊന്നും അങ്ങനെ മാറ്റുക എന്നുള്ള അർത്ഥത്തിലൊന്നും ഞങ്ങൾ എടുക്കണില്ല, ഞങ്ങളത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുമില്ല. ഞങ്ങൾക്കറിയില്ലേ പറ്റുന്നുണ്ടെങ്കിൽ ശ്രീരാമൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നാളെ സൗകര്യമായിട്ട് വന്നു എന്നുണ്ടെങ്കിൽ ഇതിൽ ഇരട്ടി ചെയ്ത് തരില്ലേ ഞങ്ങൾക്ക്, പിന്നെ എന്തിനാണ് ഞങ്ങൾ പേടിക്കണം? അതുകൊണ്ട് ഇപ്പോൾ ആ വാക്ക് പറഞ്ഞൊന്നും കൂട്ടണ്ട, അത് പിൻവലിച്ചോളൂ, ഒരു കുഴപ്പമില്ല എന്ന് മുനിമാരും കൂടി പറഞ്ഞു. ഞങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ, ഞങ്ങളും ബുദ്ധിയുള്ളവരഞ്ഞല്ലേ ശ്രീരാമ. നിങ്ങളുടെ മൂന്നാളുടെയും ബുദ്ധിമുട്ടുകൾ അറിയാത്തവരാണോ ഞങ്ങൾ ഇവിടെ ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട്. ഇങ്ങനെ ഒരു കുണ്ടിച്ചാടും നമ്മൾ വിചാരിച്ചില്ലല്ലോ.
അതിന് മുമ്പല്ലേ ഭഗവാൻ ശബദമൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞാൽ അത് സാരില്ല. ഹൈ, പാർട്ടി തന്നെ പിന്മാറിയ പിന്നെന്താ പേടിക്കാനുള്ളത്? ഒരു കോൺട്രാക്ടറിൽ നിന്ന് 2 പാർട്ടി എ ബി ഉണ്ടെങ്കിൽ ബി പിന്മാറിയാലോ, പിന്നെ എന്ത് കോൺട്രാക്ടറുള്ളത്? അതിന് ഭഗവാൻ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മനഃപൂർവ്വം അല്ലല്ലോ, ഇവരൊന്ന് കൊടുക്കണം എന്ന് വിചാരിച്ച് ചെയ്തതല്ലല്ലോ. അതുകൊണ്ട് ആ ശബ്ദത്തെക്കുറിച്ച് ഭഗവാൻ ആലോചിക്കേണ്ട, മറന്നോളൂ അത്. നിങ്ങൾ ആ കരാർ നടപ്പാക്കാൻ വരുന്നില്ല, ശാസിക്കണമില്ല, ഞങ്ങൾ പിന്മാറിക്കൊള്ളാമെന്ന്. എന്താ രാമൻ പറഞ്ഞറിയോ? അസലായി എൻ്റെ മുനികളെ. വാൽമീകി രാമായണത്തിൽ വാൽമീകി പറയുന്ന ശ്ലോകം ഉണ്ട് അവിടെ. രാമോദ്വിന്നാഭിഭാഷതേ, രാമൻ 2 വാക്കു പറഞ്ഞിടാ. രാമൻ 2 വാക്ക് പറയില്ല. ഇന്ന് ചെയ്യാന്ന് പറഞ്ഞ ആൾ ചെയ്യില്ല എന്ന് പറയില്ല. രാമോ ദ്വിർനാഭിഭാഷതേ, രാമോ ദ്വിർന ഭാഷതേ, 2 വാക്ക് ന, 2 ദ്വി ഉണ്ടാവില്ല. ദ്വി എന്നുള്ള വാക്ക് ഉണ്ടാവില്ല രാമന്. രാമൻ 2 വാക്കു പറഞ്ഞിടാ. പിന്നെ പറയും, സംശ്രുത്യജന ചക്ഷ്യാമി ജീവമാനപതിശ്രവം മുനീനാം അന്യഥാ കർത്തും സത്യം ഇഷ്ടം ഹിമേ സദാ. മുനിമാരോട് ശപഥത്തെ വാഗ്ദാനം ചെയ്തിട്ട് സംശ്രുത്യ ചന ശിക്ഷ്യാമി ജീവമാന പ്രതിശ്രുതം മുനീനാം അന്യഥാ കർത്തും. അങ്ങനെ ഞാൻ അവരോട് ശപഥം ചെയ്തിട്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിന് വിപരീതമായി പ്രവർത്തിക്കാൻ ഞാൻ വഴിപ്പെടില്ല. ജീവമാന പ്രതിശ്രവം, അതിന് പ്രതിവിധിയായിട്ട് എന്താ പറയുക, വിപരീതമായിട്ട് മുനീനാം അന്യഥാകർത്തും, ഞാൻ എന്ന കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യം ചെയ്യില്ല, അല്ലെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കില്ല ഈ ജീവൻ ഉള്ളിടത്തോളം കാലം. എന്താ കാരണം? സത്യമിഷ്ടം ഹിമേ സദാ, എനിക്ക് സത്യം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. ഏത് കാലത്തും എനിക്ക് ആ സത്യം ഒന്ന് തന്നെയാണ്. ചുറ്റുപാട് മാറുമ്പോൾ സത്യം മാറില്ല. അങ്ങനെ ഒരു പ്രവൃത്തി അല്ല എൻ്റെ, ഞാൻ മാറില്ല അത് എന്ന് പറയുന്നത്. ഏറ്റുരച്ചിട്ട് ഋഷികളിൽ ശപഥം പാടിലാക്കുവാൻ ജീവിക്കേ ശക്തനല്ല ഞാൻ, സത്യം മമ സദാ പ്രിയൻ. വള്ളത്തോളിൻ്റെ തർജ്ജമയാണത്. ഏറ്റുരച്ചിട്ട് ഋഷികളിൽ, ഞാൻ അങ്ങോട്ട് കൊടുത്ത ശപഥമാണ് ഋഷിമാർക്ക്. ആ ശപഥം പാടിലാക്കുവാൻ, ഞാൻ അങ്ങോട്ട് കൊടുത്ത ശപഥം അത് വേണ്ടാക്കി പാടിലാക്കി എന്നെ ചവിട്ടുകോട്ടയിലേക്ക് എടുത്തിട്ട്, ജീവിക്കേ ശക്തനല്ല ഞാൻ, എനിക്ക് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് പറ്റില്ല. കാരണം സത്യം മമ സദാ പ്രിയ, എനിക്ക് സത്യം എപ്പോഴും പ്രിയമാണെന്ന് പറയും. അപ്പം അതാണ് സത്യസന്ധ എന്നുള്ള വാക്കിൻ്റെ വ്യാപ്തിയും അർത്ഥവും. ലളിതാ സഹസ്രനാമത്തിലും ഈ നാമങ്ങൾ വരുന്നുണ്ട്, 2 ദിക്കിൽ വരുന്നുണ്ട്. സത്യവ്രത എന്ന് വരുന്നുണ്ട്, സത്യരൂപ എന്ന് വരുന്നുണ്ട്, സത്യസന്ധ എന്ന് വരുന്നുണ്ട്. സത്യസന്ധ എന്ന് വെച്ചാൽ സത്യം പരീക്ഷിക്കുന്നവൾ എന്നർത്ഥം. സത്യസന്ധ സാഗരമേഖല, സാമ്രാജ്യദായനി സത്യസന്ധ സാഗരമേഖല ആണ് നാമം. സാമ്രാജ്യദായനി സത്യസന്ധ, സത്യസന്ധ എന്ന് വെച്ചാൽ സത്യം പരിരക്ഷിക്കുന്നവൾ എന്നർത്ഥം. സത്യത്തെ ഞാൻ പരിരക്ഷിക്കും. ഞാൻ ചില വാക്കുകൾ ചിലവർക്ക് കൊടുത്തിട്ടുണ്ട്, അതിനെ രക്ഷിക്കാനായിട്ട് ഞാൻ എന്ന് നിലനിൽക്കും എന്ന് പറയുന്നത്. അപ്പോൾ സത്യസന്ധ. പിന്നെ അടുത്ത 2 നാമങ്ങളും തന്നെയാണ്. സത്യവ്രത, സത്യരൂപ, സർവന്തര്യാമിനി സതി. സത്യവ്രത, സത്യനിഷ്ഠയിൽ നിന്ന് ഇരിക്കുന്നവൾ, സദാസമയത്തും സത്യനിഷ്ഠയിൽ നിൽക്കുന്നവൾ. സത്യവ്രത, സത്യരൂപ, സത്യസ്വരൂപിണിയാണ് ഞാൻ. ഐ ആം ട്രൂത്ത് മൈസെൽഫ്. സത്യവ്രത, സത്യരൂപ, സർവന്തര്യാമിനി സതി.
അപ്പോൾ ഞാൻ സത്യം ആൾക്കാരോട് വല്ല വാക്കുമ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത വാക്ക് സത്യമാണ് എന്ന് ധരിച്ച ആ സത്യത്തിനെ ഞാൻ നിറവേറ്റും, എന്ത് തന്നെ ആയാലും. കാരണം ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ചിലവർക്ക്. ഇത്തം യഥാ യഥാ ബാധ ജഗതോ അസ്യ ഭവിഷ്യതി തഥാ തഥാ വദീദാഹം കരിഷ്യാം അരിസംക്ഷയം. അരികളെ സംശയിക്കാൻ വേണ്ടിയിട്ട്, ശത്രുക്കളെ, നിങ്ങൾക്കുണ്ടാവുന്ന ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇതം യഥാ യഥാ ബാധ, ഇങ്ങനെയുള്ള ബാധകൾ നിങ്ങൾക്ക് എപ്പോഴുണ്ടാവുന്നോ, ഒരു രാക്ഷസനെ കൊന്നതിൻ്റെ ശേഷം പറയുന്നതാണ്, ഈ ബാധകൾ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഉണ്ടാവുന്നോ, ജഗതോ അസ്യ ഭവിഷ്യതി, ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ ബാധകൾ ഉണ്ടാവുന്നോ, രാക്ഷസന്മാരിൽ നിങ്ങൾക്ക് ഈ ബാധകൾ ഉണ്ടാവുന്നോ, തഥാ തഥാ വദീദ്യാഹം, ഞാൻ അവതരിക്കും അതേ സമയത്ത് എന്ന് പറയുന്നത്. തഥാ തഥാ അവതാധ്യാഹം കരിഷ്യാം അരിസംക്ഷയം, അരികളെ സംക്ഷയിക്കാൻ വേണ്ടിയിട്ട്, ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ദൈവമാത്മ്യത്തിൽ 11-ാം അധ്യായത്തിലെ ശ്ലോകം. പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം എന്നും യഥാ യഥാ ഹി ധർമ്മസ്യ എന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ സത്യം ചെയ്തിട്ടില്ലേ? അതേപോലെ സത്യമാണ് ദേവിയുടെയും മഹാത്മ്യത്തിൽ. അത് കൊണ്ട് നിർത്തും ഞാൻ. അതുകൊണ്ടാണ് ദേവി പറയണത് സത്യവ്രത, സത്യസന്ധ. അതാണ് സത്യസന്ധ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇതും ലളിത സഹസ്രനാമത്തിൽ നമ്മൾ വളരെ സുലഭമായിട്ടുള്ള നാമങ്ങളാണ്, വളരെ പരിചയപ്പെട്ട നാമങ്ങളാണ് നമുക്കത്. അപ്പോൾ ഇന്ന് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്തുക. നാളെ നമുക്ക് നോക്കാം. എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ രക്ഷിക്കണേ.